മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. വടക്കാഞ്ചേരിയെ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചു. നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിൽ വടക്കാഞ്ചേരിയെ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. അനുസരിച്ച് വടക്കാഞ്ചേരി നഗരസഭ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭ എന്ന ലക്ഷ്യം കൈവരിച്ചതായി ഇതിനാൽ പ്രഖ്യാപിക്കുന്നു. ഉപയോഗിച്ച് നഗരസഭയിലെ സാനിറ്ററി മാലിന്യം സംസ്കരിക്കപ്പെടുന്നു. മറ്റ് പ്രത്യേക വേസ്റ്റുകളായി നിയന്ത്രിത സംവിധാനങ്ങൾ നിലവിലുണ്ട്. ക്ലീൻ കേരള കമ്പനിയുമായി ഈ വേസ്റ്റ് കളക്ഷൻ സംവിധാനം നിലവിലുണ്ട്. ഈ വേസ്റ്റ് സംവിധാനത്തിന്റെ പ്രാരംഭ പ്രവർത്തനം പ്രത്യേകിച്ച് നമ്മുടെ നഗരസഭയിൽ നിന്നാണ് ആരംഭിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതിദരിദ്രരെ കണ്ടെത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളോടൊപ്പം ഈ പ്രവർത്തനം കൂടി ആ രീതിയിലാണ് ആരംഭിച്ചത്. മാലിന്യ സംസ്കരണത്തിനായി 9 വാഹനങ്ങൾ, 7.5 ഏക്കർ ഭൂമി എന്നിവ സ്വന്തമായുള്ള നഗരസഭയാണ് നമ്മുടെ നഗരസഭ. 30 വർഷമായി കുഴിച്ചുമൂടിയ മാലിന്യങ്ങൾ പുറത്തെടുത്ത് യഥാവിധി സംസ്കരിക്കുന്ന ബയോമൈനിങ് അവസാന ഘട്ടത്തിലാണ്. 2.45 ഏക്കർ ഭൂമിയാണ് നമുക്ക് തിരിച്ചു ലഭിച്ചിട്ടുള്ളത്. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ അനൂപ് കിഷോർ, AM ജമീല B, PR അരവിന്ദാക്ഷൻ, സ്വപ്ന ശശി, CV മുഹമ്മദ് ബഷീർ, സെക്രട്ടറി KK മനോജ്, CDS ചെയർപേഴ്സൺമാരായ ഷെറീഫ ഹസൻ, സിന്ധു പ്രകാശൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് മല്ലയ്യ, പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു, നഗരസഭാ കൗൺസിലർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.